ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് പെരുന്നാളിന് മുമ്പുള്ള ചെറിയ ചെറിയ ഷോപ്പിങ്ങൾ, അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം ആബിദിനെയും മറിയത്തിനെയും മാത്രം കൊണ്ടുപോയി അവരുടെ ഡ്രസ്സ് മാത്രം എടുത്ത് കേട്ടോ. പിള്ളേരെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയാൽ പിള്ളേർ പിന്നെ നമുക്ക് സ്വൈര്യം തരത്തില്ല. അവരുടെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ പോകണം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് എല്ലാം എടുത്തിട്ട് പിറ്റേന്ന് വന്ന് ഞാൻ വൈകിട്ട് വന്ന് എനിക്കും അമ്മായിക്കും നാത്തൂനും പിന്നെ 1-2 പേർക്കും കൂടെയുള്ള നൈറ്റികൾ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. വേറെ ഡ്രസ്സൊന്നും ഞാൻ വാങ്ങിച്ചില്ല. അങ്ങനെ എനിക്കും തുണി എടുത്തിട്ട് വന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ മേടിച്ചു. ബാക്കി എല്ലാ അരി സാധനങ്ങളെല്ലാം അണ്ണനാണ് മേടിക്കുന്നത് കേട്ടോ. എന്നാലും നമ്മളായിട്ട് മേടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ബേക്കറി കയറി ബ്രെഡും അതും ഇതുമൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു നൈറ്റ് മാറി മേടിക്കണ്ടായിരുന്നു, അതും പോയി മാറി മേടിച്ചു. ഇത് പിന്നെ ഈ കാണുന്നത് തലേന്നത്തെ വീഡിയോ ആണ്, പെരുന്നാളിൻ്റെ തലേന്നുള്ള ഫുൾ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ടെറസിൻ്റെ മണ്ട മൊത്തം കരിയിലായിരുന്നു, അതെല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കിയിട്ട്. കാരണം ഇപ്പം ഭയങ്കര മഴയല്ലേ വൈകിട്ട്, അപ്പം കാറ്റടിച്ച് കരിയിലാണ് ശരിക്കും. അപ്പോൾ ഈ സമയം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇടും, അത് സെമിയാണ്. അപ്പോൾ കൂടെ വെള്ളം തുറന്നു വിടണം. അപ്പം ഇതിനകത്ത് തുണിയും കഴുകലും നടക്കും, പിന്നെ തൂപ്പും നടക്കും. അങ്ങനെ തുണിയും കഴുകി തൂത്തുവാരിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പുറകിലുള്ള മാവ് നന്നായിട്ട് ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്ന് പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി പറക്കി വെച്ച്, ഈ പാത്രമൊന്നും കഴുകാതാണ് ഞാൻ രാവിലെ പോയി തൂത്തുവാരാൻ പോയത്. അപ്പോൾ അതങ്ങ് നടക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയം തന്നെ ഇപ്പുറത്ത് അപ്പവും ചുട്ട് വെക്കുക. അപ്പോൾ നോക്കിയപ്പോൾ വെളിച്ചെണ്ണ തീർന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഇതൊക്കെ തീർന്ന് കുപ്പിയിലാക്കിയ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എല്ലാം പൊട്ടിച്ച് അങ്ങ് ഒഴിച്ച് വെച്ചു. പിന്നെ കുപ്പികളിലെല്ലാം തീർന്ന സാധനങ്ങളെല്ലാം അങ്ങ് നിറച്ച് വെച്ചു. ഇത് പെരുന്നാളിൻ്റെ അന്നാകുമ്പോൾ നമ്മളിതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പാടല്ലേ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് വന്നിട്ട് പിള്ളേർക്കെല്ലാം അങ്ങ് ചായ ഇട്ട് കൊടുത്തു കേട്ടോ. അത്തായിക്ക് ഇന്ന് വേറെ ഇവിടെ പോകണമായിരുന്നു, അപ്പോൾ അത്ത ഇല്ലായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ചായ ഇട്ട് കൊടുത്തു, അപ്പം ഉണ്ടാക്കി കേട്ടോ. ഇന്നത്തെ അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ അപ്പം ശരിയായില്ലായിരുന്നു, ഇന്നത്തെ അപ്പം നന്നായിട്ട് വന്നു. തേങ്ങ നല്ല തേങ്ങയായിരുന്നു, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അപ്പവും ചുട്ടു. പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി പിള്ളേർക്ക് കൊടുത്ത് അടുക്കളയെല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു, ഞാനത് ചെറിയ തീയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഈ എണ്ണയ്ക്കകത്താണ് ഈ നാരങ്ങ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്നങ്ങ് വാടും. ആ സമയം കൊണ്ട് തന്നെ വന്ന് പെരയെല്ലാം അങ്ങ് തൂത്ത് വാരിയിട്ട് കേട്ടോ. തൂത്ത് വാരി ഇട്ടിട്ട് ഞാൻ പെരയെല്ലാം അങ്ങ് തുടച്ചിട്ട് കേട്ടോ. കാരണം ഇന്ന് നാളെ പെരുന്നാളാണെങ്കിലും എന്നുള്ള ഇതിലങ്ങ് ഞാൻ രാവിലെ അങ്ങ് തുടച്ചിട്ട്, എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. അങ്ങനെ പെരയെല്ലാം അങ്ങ് തുടച്ച് കേട്ടോ, എല്ലാ മുറികളും തുടച്ചു. പെരയെല്ലാം തുടച്ചിട്ട് വന്നിട്ട് കുറച്ച് ബീഫ് എടുത്തങ്ങ് കറി വെച്ചു. അപ്പോൾ വൈകിട്ടത്തേക്കും ആവും, നാളെ പെരുന്നാളാണെങ്കിൽ രാവിലത്തേക്കും ആകുമല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ കറി വെച്ച് വരുമ്പോഴത്തേന് താമസിക്കും, അപ്പം പള്ളിയിൽ പോകുന്നവർക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ആ സമയം തന്നെ ഞാൻ ഇഞ്ചിക്കറിക്ക് വേണ്ടി ഇഞ്ചിയെല്ലാം അങ്ങ് ചിരണ്ടി വെച്ചു. ഇറച്ചി അവിടെ കഴുകി വാരി വെച്ചു. അങ്ങനെ ഇഞ്ചിയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കേട്ടോ. ഈ ഇഞ്ചിക്കറിയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെ, ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ ഇഞ്ചിയെല്ലാം കുനുകുന അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കും, എന്നിട്ട് തേങ്ങ വാട്ടി അങ്ങനെയൊക്കെ കേട്ടോ. പാചകത്തിന് അറിയാൻ 2-3 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യും. അടുപ്പേ വെച്ച് വേവിക്കാനുള്ളതെല്ലാം അടുപ്പേ വയ്ക്കും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് അരിഞ്ഞ് വറുക്കാനുള്ളതെല്ലാം അങ്ങ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ കുറച്ച് പാലെടുത്ത് കാച്ചി ഒഴിക്കാൻ വെച്ച് കേട്ടോ. അങ്ങനെ ഒഴിച്ച് അങ്ങോട്ട് വെച്ചു. അതിൻ്റെ കൂടെ ബീഫിനുള്ള എല്ലാം കൂടെ റെഡിയാക്കി വെച്ചു. അങ്ങനെ കുറച്ച് മാങ്ങ പറിച്ച് അതും കൂടെ അങ്ങ് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറകെ പോയി മാങ്ങയെല്ലാം പറിച്ച് അതും കൂടെ കൂട്ടത്തിൽ അങ്ങ് അരിഞ്ഞ് വെച്ചു. ഞാൻ മാങ്ങ അച്ചാറിടുമ്പോൾ ആദ്യം ഇതെല്ലാം അരിഞ്ഞ് കൊച്ചു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ട് പുരട്ടി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് പിറ്റേന്ന് എടുത്ത് അച്ചാറിടും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ വെള്ളം എല്ലാം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. അങ്ങനെ ഞാൻ അച്ചാറിടുന്നത് കേട്ടോ. പിന്നെ ഇനി തൊട്ട് ഇവിടെ അച്ചാറിനൊക്കെ നല്ല ചിലവാണ്, കാരണം അണ്ണന് ഓഫീസിൽ ചോറ് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആഹാരം. അങ്ങനെ മാങ്ങ എല്ലാം പുരട്ടി വെച്ചിട്ട് അപ്പോഴത്തേനും ബീഫ് കറി അങ്ങ് വെന്തു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതിനിടയ്ക്ക് പിള്ളേർക്കൊക്കെ ചോറൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. വൈകിട്ട് അത്തായിക്കൊക്കെ കാപ്പി ഇട്ട് കൊടുത്തു. സമയം തന്നെ അണ്ണനാണെങ്കിൽ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് അമ്മയെ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് അമ്മ നാത്തൂൻ്റെ വീട്ടിലായിരുന്നു, 2-3-4 മാസം കൊണ്ട് കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ലാതെ പോയതാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നു. അപ്പോൾ ഈ വൈകിട്ടത്തെ നോമ്പുറയ്ക്കുള്ള പരിപാടികളെല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് ചക്ക കൊണ്ടുവന്നായിരുന്നു. ഞാൻ പിന്നെ ആ ചക്കയും കൂടെ അങ്ങ് അരിഞ്ഞ് വേവിച്ചു. പിന്നെ
അണ്ണന് വേവിക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും വേവിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അത്തായി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് വേവിച്ചേക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് പാത്രമെല്ലാം നിരന്നത് അങ്ങ് കഴുകി. പിന്നെ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ബീഫ് എടുത്ത് കുക്കറിൽ ഇട്ടു. പിന്നെ ഇഞ്ചിക്കറിക്ക് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പേ എല്ലാം അരിഞ്ഞ് വറുത്ത് വെച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണക്കത്തേങ്ങ ഇല്ലായിരുന്നു. പിന്നെ അത്തായി വിട്ടൊരു ഉണക്കത്തേങ്ങ മേടിച്ച് അത് തിരുമ്മി അത് തേങ്ങ വറുത്ത് വെച്ചു. പിന്നെ അതെല്ലാം അങ്ങ് വറുത്ത് അരച്ചങ്ങ് വെച്ചു. പിന്നെ ചക്കയും അങ്ങ് വേവിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ നോമ്പിൻ്റെ എണ്ണക്കടികളെ കട്ട്ലറ്റും ഉണ്ടാക്കി. പിള്ളേർക്ക് ചക്ക കണ്ടപ്പോൾ ചക്ക വറക്കണം, അങ്ങനെ കുറച്ച് ചക്കയും എടുത്ത് വറുത്തു. പിന്നെ ഏത്തയ്ക്കാപ്പം പിന്നെ വാട്ടർമെലൺ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ നോമ്പിൽ അപ്പോൾ അടുത്ത വർഷം എല്ലാവർക്കും നോമ്പ് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. അങ്ങനെ പിന്നെ ഞാൻ ഇഞ്ചിക്കറിക്ക് വേണ്ടി അങ്ങ് കടുക് വറുത്ത് കേട്ടോ. നേരത്തെയൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ എൻ്റെ ഫോൺ വെച്ചാണെങ്കിൽ ഈ PSCയുടെ ക്ലാസ്സുകളൊക്കെ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആസ്ത അക്കാഡമി കാണും, എൻട്രി ആപ്പ് കാണും, പിന്നെ നമ്മുടെ സൈലം കാണും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നത്. പിന്നെ അണ്ണൻ്റെ ഫോൺ എടുത്ത് വെച്ച് ഞാനത് കണ്ട് അതിനിടയ്ക്ക് നാരങ്ങായും കൂടെ അങ്ങ് അച്ചാറിട്ടിട്ട് രാവിലെ വാട്ടി വെച്ചതാണ്. അപ്പോൾ ഇഞ്ചിക്കറി റെഡിയായി, നാരങ്ങ അച്ചാർ റെഡിയായി. അപ്പോഴത്തേനും ഇപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ വിളിച്ച് പറഞ്ഞ് നാളെ പെരുന്നാളാണ്. പിന്നെ അപ്പം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അമ്മായിക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞാൽ അമ്മായിക്ക് 2 ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അപ്പം ഉണ്ടാക്കിയായിരുന്നേ. അങ്ങനെയൊക്കെ. എന്നിട്ട് നാരങ്ങാച്ചാർ തണുത്തപ്പോൾ ഞാൻ അത് കുപ്പിയിലാക്കി കൈയോടെ അങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മായിക്ക് ഇൻസുലിനെടുത്ത്, അത്തായിക്ക് ഇൻസുലിനെടുത്ത്, പിന്നെ ഇവർക്കൊക്കെ ആഹാരം കൊടുത്തു. അത്തായിക്ക് എൻ്റെ അത്തായി ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ചക്ക വേവിച്ചത് മതി എന്ന് പറഞ്ഞു. പിന്നെ അമ്മായിക്ക് ചപ്പാത്തിയും ചുട്ടും എല്ലാം കൊടുത്തു. പിന്നെ ഉഴുന്നും പച്ചരിയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മാസം കൊണ്ട് ഇപ്പം നോമ്പായതുകൊണ്ട് അണ്ണനൊന്നും ദോശ കഴിക്കുന്നില്ല. അങ്ങനെ ദോശയ്ക്ക് അങ്ങ് അരച്ച് വെച്ചു. പിന്നെ അപ്പത്തിനും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാവരും ഓരോ ഭാഗത്താക്കിയിട്ട് ഞാൻ ഒരു നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും താഴെ പ്രില്ലുള്ള നമ്മൾ അമ്പർല കട്ട് നൈറ്റി എടുത്ത് ഫ്രോക്ക് ടൈപ്പ് കേട്ടോ. അപ്പോൾ മേളിൽ പോയി അതങ്ങ് തയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ എല്ലാ ജോലി ഒതുക്കി അവസാനമില്ല നമ്മൾ പെണ്ണുങ്ങൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അമ്മാടെ എൻ്റെ നൈറ്റി അങ്ങ് ഷേപ്പ് അടിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അപ്പുറത്ത് ഇറച്ചിയറപ്പുണ്ട്, അത് ആദ്യത്തെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ രാത്രി 11 മണിയായി ഇത് തയ്ക്കുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും നിനക്ക് ഇതുവരെ സമയമില്ലായിരുന്നു. നമ്മുടെ സമയമുണ്ടോ ഇല്ലയോ നമുക്കെല്ലാം അറിയത്തുള്ളൂ. നമ്മൾ വീട്ടിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ബാക്കി സമയത്തില്ലേ നമ്മുടെ കാര്യം ചെയ്യും. നമ്മളെ പുള്ളികളല്ലേ അല്ലേ. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ മാങ്ങാച്ചാറും ഇട്ട് വെച്ച് കേട്ടോ. അപ്പോൾ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കറിയും ഉണ്ട് കേട്ടോ, മാങ്ങാച്ചാറും അച്ചാറും. അപ്പോൾ ഇനിയുള്ള വീഡിയോ പുറകെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.